പത്വന്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വരുന്നത് വാഗമണ്ണെന്ന കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. നമ്മുടെ വാണി വിശ്വനാഥിൻ്റെ ഒരു ഹൊറർ മൂവി ഉണ്ടല്ലോ, ഇന്ദ്രിയം, അത് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ചുറ്റും ഭയങ്കര മഴയും മഞ്ഞു മൂടപ്പെട്ടൊക്കെ കിടന്നിരുന്നു. ഒരുപാട് ആൾക്കാർ വാഗമണ്ണും കുട്ടിക്കാനും ഒക്കെ വരുന്നവർ ഈ അമ്മച്ചി കൊട്ടാരം സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. ഒരുപാട് സഞ്ചാരികൾ ഇങ്ങനെ വന്നു പോകും. ഈ അമ്മച്ചി കൊട്ടാരം പ്രൈവറ്റ് ആണ്, ഏതോ ഒരു വ്യക്തി വാങ്ങിയതാണ്. ഇവിടെ നോക്കുന്നത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ അമ്മൂമ്മയില്ല, അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. അവർ കൊട്ടാരത്തിനുള്ളിലുണ്ട്. വളരെ മോശമായിട്ടാണ് ഇന്ന് ഇതിൻ്റെ അവസ്ഥ കാണുന്നത്. എല്ലാം ഇടിഞ്ഞു വീഴാറൊക്കെയായി, കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീണ് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറേ ആൾക്കാർ ഇതാ ഇവിടെ കൂടി നിൽപ്പുണ്ട്. കണ്ണട്ടയുണ്ട്, പലരും കണ്ണട്ട പെറുക്കുകയാണ്. പലരെയും കണ്ണട്ടയൊക്കെ കടിച്ചിട്ടുണ്ട്. നോക്കിയാൽ കയറി വരുന്നിടമാണ് ഈ കാണുന്നത് കൊട്ടാരത്തിൻ്റെ. നോക്കൂ, ഗ്ലാസ്സൊക്കെ പോയിട്ടുണ്ട്, ഡോറൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പുറത്തൊന്നും ഡോറൊന്നും ഇല്ല. ഇത് മെയിൻ ഡോറാണ്. ഇതിനുള്ളിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വെളിയിൽ. അപ്പൂപ്പൻ വരുന്നത് നോക്കിയിട്ട് 100 രൂപയൊക്കെ കൊടുത്താൽ നമ്മളെ ഉള്ളിൽ കയറ്റി കാണിക്കും, ഓരോ സെറ്റ് ആൾക്കാരെയായിട്ട്. അവർക്കും ജീവിക്കണ്ടേ. ഇത് വാങ്ങിച്ച ഓണറൊന്നും അവരെ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലെന്നാണ് പറയുന്നത്. വർഷങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലെന്നാണ് ഇദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നിലവിൽ. ഞങ്ങളെ കയറി കാണിക്കുകയാണ്. ഇതാണ് പണ്ട് രാജസദസ്സൊക്കെ കൂടിയിരുന്ന ഹാളാണിത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്ന അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്. ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ്. ഇത് അന്നത്തെ അകത്തളമാണ്, 4 കെട്ട്. തമിഴും മലയാളവും ചേർന്നൊരു ലാംഗ്വേജ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഒന്നും നമുക്ക് വ്യക്തമല്ല, അദ്ദേഹം പറയുന്നതൊന്നും വ്യക്തമല്ല. വളരെ ജീർണിച്ച ഒരവസ്ഥയിലാണ്. ഓരോ മുറിക്കുള്ളിലും പല പലകകളും പിന്നെ വിറക് കഷ്ണങ്ങളും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നു, ജീർണിച്ചൊരവസ്ഥയിൽ. മുക്കും മൂലയൊക്കെ ഒരു വൃത്തിയില്ല, ഒന്നുമില്ല. സത്യത്തിൽ നേരത്തെ ഒന്നും ഇത്രയും മോശമായിരുന്നില്ല ഇവിടുത്തെ അവസ്ഥ. ഇപ്പം വളരെ മോശമാണ്. എല്ലാം പഴകി ദ്രവിച്ച് ഏത് നിമിഷവും താഴെ വീഴുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. താഴോട്ട് പടവുകൾ ഇറങ്ങി ചെന്നപ്പോൾ ഇവിടെ തുരങ്കമൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റത്തില്ല. അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. തേവാരപ്പുരയൊക്കെ ഉണ്ട്. ഇതൊരു ശവപ്പെട്ടിയൊക്കെയാണ്. സിനിമക്കാർ, ഇവിടെ നിറയെ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊട്ടാരത്തിൽ. സെറ്റ് ഇടാൻ വേണ്ടി അവർ പണിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. ഭിത്തികളിലൊക്കെ ഓരോ വരകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ അവർ സെറ്റ് ഇടാൻ വേണ്ടി തെർമോക്കോളിൽ ആണ്ട് ഇതൊക്കെ കാണുന്നത് സെറ്റ് ഇട്ടിരിക്കുന്നതാണ്. സിനിമ ഷൂട്ടിങ്ങൊക്കെ ഒരുപാട് നടക്കും, പക്ഷേ ഇപ്പം ഉണ്ടോയെന്ന് അറിയത്തില്ല. നേരത്തേക്ക് ഞങ്ങൾ വന്നപ്പോൾ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ടേക്കുമായിരുന്നു. കണ്ടില്ലേ, വളരെ പഴകിയ ഒരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇത് തമ്പുരാട്ടിയുടെ മുറിയായിരുന്നു. തമ്പുരാട്ടിയുടെ കട്ടിലൊക്കെയാണ്. അതൊക്കെ ഇന്നും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പാണ് ഇവിടുത്തെ ഭിത്തികൾക്ക്. നമ്മളൊക്കെ AC വെക്കുന്നതിനെക്കാട്ടി നല്ല തണുപ്പാണ്. തണുപ്പ് അതേപോലെ മുറിക്കുള്ളിൽ തന്നെ നിലനിർത്താനുള്ള അന്നത്തെ സംവിധാനത്തിലൊക്കെയാണ് അവർ കൊട്ടാരം പണിഞ്ഞിരിക്കുന്നത്.